അതേപോലെ ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അന്നബി ഹുറൈറത അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അൽ അംബിയാഉ ഇഖ്വത്തുൻ ലിഅല്ലാത്തിൻ, അംബിയാക്കൾ ഇഖ്വത്തുൻ ലിഅല്ലാത്തിൻ, പരസ്പരം സഹോദരങ്ങളാണ്. ഇഖ്വത്തുൻ ലിഅല്ലാത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പ ഒന്നാവുകയും ഉമ്മ വേറെ വേറെയാവുകയും ചെയ്യുന്ന സഹോദരങ്ങൾക്കാണ് ഇഖ്വത്തുൻ ലിഅല്ലാത്ത് എന്ന് പറയാം. ഒരു ഉപ്പയാണ്, അദ്ദേഹത്തിന് വേറെ വേറെ ഭാര്യമാരുണ്ട്, അവരിലെല്ലാം മക്കളുണ്ടായാൽ അത്തരം സഹോദരങ്ങൾക്കാണ് അത് പറയുക. അപ്പോൾ പ്രവാചകൻ ഒരു ഉപമ പറയുകയാണ്, ഉദാഹരണം പറയുകയാണ്. എന്താണ് ആ ഉദാഹരണം? എന്തിനുള്ള ഉപമയാണത്? ദീനുഹും വാഹിദ്, അവരുടെ മതം ഒന്നാണ് എന്ന് പറഞ്ഞാൽ തൗഹീദ്, വിശ്വാസപരമായ കാര്യങ്ങൾ, ഇതെല്ലാം അഖീദാപരമായ ഈമാൻ കാര്യങ്ങളൊക്കെ ഒന്നാണ്. എന്നാൽ വ ഉമ്മഹാത്തുഹും ശത്ത, അവരുടെ ഉമ്മമാർ വേറെയാണ് എന്ന് പറഞ്ഞാൽ ശരീഅത്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ശരീഅത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ 50 വക്താണ് നമസ്കാരം, പക്ഷേ ഈ ഉമ്മത്തിൽ 5 വക്താണ്. പൂർവികരായ ആളുകൾക്ക് പലതും വിലക്കപ്പെട്ടിരുന്നു, അത് ഈ ഉമ്മത്തിൽ അനുവദനീയമാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും ശരീഅത്തിലെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടാകും, പക്ഷെ അവരുടെ അഖീദാപരമായ വിഷയത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കാരണം അഖീദ എന്ന് പറഞ്ഞാൽ മാറുന്നതല്ല. ഇന്ന് അള്ളാഹു ഒന്നാണ് എന്ന് പറഞ്ഞാൽ നാളെ അത് 2 എന്ന് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സത്യവിശ്വാസികൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറേണ്ട വേറൊരാവശ്യം വരുന്നില്ല. അപ്പോൾ അഖീദയൊന്നാണ്, പക്ഷേ കർമ്മങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഅന ഔലന്നാസി ബിഈസ ഇബ്നു മറിയം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഞാനാണ്. എന്താ കാരണം? ലിഅന്നഹു ലം യകുൻ ബൈനി വബൈനഹു നബിയ്യുൻ, അദ്ദേഹത്തിനും എനിക്കുമിടയിൽ വേറൊരു നബി ഉണ്ടായിട്ടില്ല. കാരണം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം പിന്നെ ലോകത്ത് വരുന്ന പ്രവാചകൻ ആര് മാത്രമാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. അതുകൊണ്ടാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ്റെ വരവിനെ സംബന്ധിച്ച് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം അഹ്മദ് എന്ന പേരുള്ളൊരു പ്രവാചകൻ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ പറയുന്നു, ഇന്നഹു നാസിലുൻ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഫഇദാ റഅയ്തുമൂഹു ഫഅരിഫൂ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നാം നേരത്തെ ദജ്ജാലിൻ്റെ വിഷയത്തിൽ സൂചിപ്പിച്ചത് ഇവിടെയും പ്രധാനപ്പെട്ടതാണ്. ദജ്ജാൽ വന്നാൽ ദജ്ജാലിൻ്റെ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, എങ്കിലേ ദജ്ജാലിൻ്റെ ഷർറിൽ നിന്ന് ഓടിയകലാൻ നമുക്ക് കഴിയുള്ളൂ. അതേപോലെ തന്നെയാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നാൽ അത് ഈസാ നബിയാണെന്ന് മനസ്സിലാക്കണം, എങ്കിലേ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് വിജയികളാകാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ കൂടി വിജയികളായിത്തീരുന്ന ആളുകളായി മാറാൻ ഫഅരിഫൂ, ഈസാ നബിയെ നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തെ അറിയണം, അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹം ഇറങ്ങി വരുന്ന സിഫാത്തുകളും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ വാദിക്കുന്നത് പോലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വരും എന്നത് അത് അഖീദയുടെ ഭാഗമൊന്നുമല്ലല്ലോ, അർക്കാനുൽ ഈമാനിൽ 6 കാര്യങ്ങളിൽ അത് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മളതൊന്നും വിശ്വസിക്കേണ്ടതില്ല, അതൊരു ചർച്ചാ വിഷയമാക്കേണ്ടതില്ല, അങ്ങനെ വരുമെന്ന് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, അല്ലാത്തവർ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അയകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്ന ആളുകളെ കാണാം. എന്നാൽ അറിയുക, അർക്കാനുൽ ഈമാനിൽ പെട്ടതാണ് ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതിലൊക്കെ വിശ്വസിക്കണം, അപ്പോഴേ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവുകയുള്ളൂ. അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, വേദഗ്രന്ഥത്തിൽ പറയപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോഴേ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം പൂർത്തിയാവുകയുള്ളൂ. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ പ്രവാചകന്മാരിലുള്ള വിശ്വാസം, പ്രവാചകന്മാർ പറഞ്ഞത് സത്യമാണെന്ന് അംഗീകരിക്കുമ്പോഴേ പ്രവാചകന്മാരിലുള്ള വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ. എങ്കിൽ എണ്ണമറ്റ മുതവാത്തിറായ, ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത അത്രയും സ്വഹാബത്തിലൂടെ, താബീയങ്ങളിലൂടെ, തബഉത്താബീയങ്ങളിലൂടെ ഉദ്ധരിക്കപ്പെട്ട വിഷയമാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇത്രയും കൃത്യമായി പറഞ്ഞിട്ടും അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിഷേധിക്കുന്നതിന് തുല്യമായി പോകും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറയുന്നത് നിങ്ങളതിനെ നിഷേധിച്ച് നടക്കല്ല വേണ്ടത്, മറിച്ച് ഈസാ നബി വരുമ്പോൾ ഈസാ നബിയെ മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ എന്നാണ്.